ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ചേട്ടാ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേത് എന്ന് പറയാറുണ്ട്. നമ്മളതിൽ വലിയ അഭിമാനം കൊള്ളാറുണ്ട്. സ്കോട്ട്ലാൻഡ് യാർഡിന് ഒക്കെ പോയി പരിശീലനം നേടിയ നിരവധി ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് അങ്ങേക്ക് അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി പങ്കുവെക്കാൻ കഴിയാം? ഈ പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞ ഒരു സൂചന അത് വളരെ ശരിയാണ്. കാരണം മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുള്ള ഒരു വാർത്ത, കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 139 പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 284 പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കൽ, അതായത് വോളണ്ടറി റിട്ടയർമെന്റ് പ്രകാരം പിരിഞ്ഞു പോയിരിക്കുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. ഇത് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ കുറുന്തോട്ടിക്കും വാദം വന്നിരിക്കുന്നു എന്ന്. ഇത് ഏതാണ്ട് അതിന് സമമായ ഒരു അവസ്ഥയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, സാധാരണ ഒരു വ്യക്തിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർ ഓടിച്ചെല്ലുന്ന എങ്ങോട്ടാണ്? പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അതായത് മനുഷ്യ ജീവൻ, കേരളത്തിലെ ഓരോ സാധാരണക്കാരനും അവന്റെ ജീവനും സ്വത്തിനും അപകടം നേരിടുമ്പോൾ അവർ ഓടിച്ചെല്ലുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അങ്ങനെ അവർക്ക് സാന്ത്വനം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സ്വയം കൊല്ലുക, അതായത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിൽ പരം ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എവിടെയാണുള്ളത്? ഇത് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ മാത്രമല്ല, കേരളത്തിലെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ഇതേ പ്രതിസന്ധി നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പിൽ നമ്മളെയെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അത് പിന്നെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. അപ്പോ പ്രോസിക്യൂഷനും സർക്കാരും എല്ലാം പറയുന്നത് ഇത് ആത്മഹത്യയായിരുന്നു എന്നാണ്. അതായത് അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മർദ്ദത്തിലാഴ്ത്തിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ ഒരു ആത്മഹത്യയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലും നമ്മുടെ സംസ്ഥാന ഭരണം എന്ന് പറയുന്നത്, കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്, അത് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, വെള്ളരിക്ക പട്ടണം എന്ന്. അത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഇതിനൊരു കറക്റ്റ് വേർഡുണ്ട്. അതായത് ബ്രോക്കൺ സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബാസ്ക്കറ്റ് കേസ് എന്ന് പറയും. ഈ ബ്രോക്കൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ശരിയായ തർജ്ജമ മലയാളത്തിലില്ല. പക്ഷെ ഇനിയും അതിനൊരു തർജ്ജമ മലയാളത്തിൽ ഉണ്ടാകാൻ വൈകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളം ആ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഇതൊക്കെ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സർവീസിലിരിക്കുമ്പം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു, അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, SP റാങ്കിൽ വരെ റിട്ടയർ ചെയ്ത പലരുടെയും മരണത്തിൽ ആത്മഹത്യയാണെന്നാണ് പൊതുവെ പറയുന്നത്. കൊലപാതകമാണെന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. അല്ല, ഞാൻ അതിശയിക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത് ഗൗരവമായി കണക്കിലെടുക്കാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം, പോലീസിൽ അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഇത് ടേക്കപ്പ് ചെയ്യാത്തത്? ഇതാണ് എൻ്റെ സംശയം. എൻ്റെ ഒരു ഊഹത്തിൽ ഇതൊരു രോഗം മാത്രമല്ല, രോഗലക്ഷണമാണ്. എന്തു തോന്നുന്നു പ്രശാന്തിന്? തീർച്ചയായിട്ടും അതേക്കുറിച്ചാണ് ഞാനും ചോദിക്കാൻ വന്നത്. ഇതൊരു രോഗലക്ഷണമാണെങ്കിൽ രോഗം പുറകെ വരുന്നു എന്നാണ് അർത്ഥം. അതായത് അടുത്ത് തന്നെ എത്തി, എന്തോ വലിയൊരു അപകടം നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇതാ ബാധിക്കാൻ പോകുന്നു, തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. എൻ്റെ ചോദ്യം, അങ്ങ് പറഞ്ഞല്ലോ 139 പോലീസുകാരാണ് സർവീസിലിരിക്കെ ആത്മഹത്യ ചെയ്തത്. ഞാൻ ആ കണക്കിലേക്കാണ് വരുന്നത്. ഇവരെന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ സമ്മർദ്ദം കൊണ്ടാണോ ഇവർ ആത്മഹത്യ ചെയ്തത്, അതോ അതിന് മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ? ഇങ്ങനെ സ്വയം കൊല്ലാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുവെ മാനസിക ബലമുള്ളവർ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അവരിങ്ങനെ വളരെ ദുർബലരായി സ്വയം ജീവൻ ഒടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
ഇതൊരു രോഗലക്ഷണമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസ് സേനയെ കാർന്നു തിരുന്ന ഒരു വലിയ ക്യാൻസർ തന്നെ കേരളത്തിലുണ്ട്. അതെന്താണ് കാരണം? നമ്മൾ വിചാരിക്കുന്ന പോലെ തൊഴിൽപരമായ വെറും ഒരു സമ്മർദ്ദം മാത്രമാണെന്ന് കരുതാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ കാരണം പോലീസിന് വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കേരളത്തിൽ കൊടുക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന് കൃത്യമായ ട്രെയിനിങ് കൊടുക്കാത്തതെന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും. ആ എൻ്റെ ഒരു ഊഹം അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഉള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ നിഗമനം ആ അതെന്താണെന്ന് പറഞ്ഞാൽ, കേരള പോലീസിൽ വെറും തൊഴിൽ സമ്മർദ്ദം മാത്രമല്ല. അതായത് ഇപ്പം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ചില സീനിയർമാരെ നമുക്കറിയാം, പത്രത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സീനിയർമാരൊക്കെ ഉണ്ട്. നിങ്ങളോട് ചില കാരണങ്ങളാൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോമ ഇടുമ്പോൾ തെറ്റിയാൽ അതിൻ്റെ പേരിൽ നിങ്ങളെ ശാസിക്കാം. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ആള് പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുള്ളത്. അതെ അപ്പം അതുകൊണ്ടാണോ അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പോലീസിലെ സമ്മർദ്ദം എന്ന് പറയുന്നത് പഴയ കാലം തൊട്ടേ കേരളത്തിലുണ്ട്. ആ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അതായത് ആ തോപ്പിൽ ഭാസി അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഒളിവിലെ ഓർമ്മകളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലെ ആകെ 2 or 3 കസേരയെ കാണത്തുള്ളൂ. ആ അത് SI ഏമാന്റെ മുറിയിലായിരിക്കും. ഒന്ന് ഏമാൻ ഇരിക്കുന്ന കസേര, മറ്റൊന്ന് ഏമാനെ കാണാൻ വരുന്ന സ്ഥലത്തെ പ്രമാണിമാർക്ക് ഇരിക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിലിട്ടിരിക്കുന്ന കസേര. ആ ഈ 2 കസേരയെ കാണത്തുള്ളൂ. ഈ സ്റ്റേഷനിലെ ഹെഡിനും അല്ലെങ്കിൽ GD ചാർജുള്ള പോലീസുകാർക്കും ഒന്നും ഇരിക്കാൻ ഒരു കസേര കാണത്തില്ല. ഇവർ ഇരിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് അടുത്ത ചായക്കടയിലോ ബാർബർ ഷോപ്പിലോ ഒക്കെ പോയി ഇരിക്കുന്നത്. ഇത് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് അവരെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ അല്ല ഏതെങ്കിലും പ്രതികളെയൊക്കെ അവർ വളരെ കർശനമായിട്ട് കൈകാര്യം ചെയ്യും. ഇതിനു വേണ്ടി മനഃപൂർവ്വം, അതായത് അസംതൃപ്തരായ പോലീസുകാരെ സൃഷ്ടിച്ച് സമൂഹത്തിന്റെ മേൽ കുതിര കയറാനുള്ള ഒരു മർദ്ദനോപകരണമാക്കി പോലീസിനെ മാറ്റിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ആ കാലഘട്ടമല്ല, ഇന്ന് ജനമൈത്രി പോലീസിന്റെ കാലഘട്ടമല്ലേ. അതെ അപ്പൊ പിന്നെ അതൊക്കെ പറയണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമായിട്ടും ഇവർക്ക് നേരിടേണ്ടി വരുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അതായത് ഇന്ന് കേരള പോലീസിനെ 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ കാർന്നു തിന്നുകയാണ്. ഒന്ന്, നമുക്കറിയാം പോലീസിൽ പച്ച വെളിച്ചം പോലുള്ള സംഘടനകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ, പക്ഷെ ഞാൻ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നതാണ്. അതായത് പോലീസിലെ വർഗീയ ചേരിതിരിവുകൾ, പോലീസിലെ കറപ്ഷൻ, അഴിമതി, അതുപോലെ പോലീസിലെ സ്വജനപക്ഷപാതം. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസ് കേരളത്തിലേതായിരിക്കും. നമുക്കറിയാം, ഓരോ സർക്കാർ വരുമ്പോഴും പോലീസ് അസോസിയേഷനിൽ ജയിക്കുന്ന ആരാണ്? അതാത് സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ്. പെട്ടെന്ന് അങ്ങനെ ഈ പോലീസുകാരെല്ലാം കൂടി ഒരു സംഘടന, ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അസോസിയേഷനാണ്, അല്ലെങ്കിൽ CPM ഭരിക്കുമ്പോൾ ആ അസോസിയേഷനാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ, അതായത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസ് സേനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ പറയും. പ്രശാന്ത് പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയെന്ന്. അപ്പോ അങ്ങനെയുള്ള പോലീസ് സേനയെ എന്താണ് ഈ പറയുന്ന വൈകല്യം ഉണ്ടാക്കിയ ഒരു സേനയാക്കി മാറ്റിയത്? വളരെ വ്യക്തമാണ്. അതായത് ഈ രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയത്തിന്റെ പിന്നെ സമ്മർദ്ദങ്ങൾ. ഇപ്പം പ്രശാന്ത് കാണുന്നുണ്ട് കണ്ണൂരെയൊക്കെ സ്ഥിതി. ഞാൻ പറഞ്ഞ ശരിയല്ലേ? തീർച്ചയായിട്ടും. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് പല വിവരങ്ങളും എനിക്ക് കിട്ടാറുണ്ട്, എനിക്കത് പങ്കുവയ്ക്കാനും കഴിയും. പക്ഷേ ഞാൻ ഒരു കാര്യം ചേട്ടനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങിപ്പോൾ പോലീസ് അസോസിയേഷന്റെ കാര്യം പറഞ്ഞു. എൻ്റെ സംശയം, ഇത് പോലീസുകാർക്ക് ഒരു പരിധിവരെ അവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനും, ഇപ്പോൾ പോലീസ് അവരുടെ ഈ അസോസിയേഷൻ്റെ കീഴിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില എന്താ പറയണ്ട, സാമ്പത്തികമായ ചില സഹായങ്ങൾ, സാധനം വാങ്ങുമ്പോഴൊക്കെ വില കുറച്ച് കിട്ടുന്നു, ഈ ക്യാൻറ്റീൻ സംവിധാനം, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്? അതങ്ങനെ പരിപൂർണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ല, പോലീസ് അസോസിയേഷൻ അതിന്റെ നിലയ്ക്ക് ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം അത് മാത്രമല്ല, പോലീസുകാരുടെ ന്യായമായ പരാതികൾ വേണമെങ്കിൽ ഉന്നതാധികാരികളുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാക്കി അത് മാറണം. പക്ഷെ അതിൽ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ടെന്നുള്ളത് സത്യമല്ലേ?
അതെ എന്റെ അതെ ചോദ്യം അത് അങ്ങനെ അത് ശരിയാണ്. അങ്ങനെയല്ലെങ്കിൽ ആ, കേരളത്തിന്റെ ഭരണം മാറുമ്പോൾ എന്തുകൊണ്ടാണ് അസോസിയേഷനിലെ രാഷ്ട്രീയ ചായ്വ് മാറുന്നത്? ഞാൻ അതൊരു വലിയ പറയുന്നത് ചോദ്യമാണ്. അത് എന്റെ ഒരു ചോദ്യമാണ്. ഒരു ആ, സാധാരണ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചോദ്യമാണത്. പിന്നെ അതുകൂടാതെ എനിക്ക് ഉള്ള ഒരു മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ആ, പലപ്പോഴും ഇൻവെസ്റ്റിഗേഷനിലുള്ള ഇടപെടലുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഓ, ഒടുവിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പ്രതിയായ ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ പോകുന്നു. എന്ത് സന്ദേശമാണ് അത് കൊടുക്കുന്നത്? ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനെ പിന്നെ എങ്ങനെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ കഴിയും? അതുപോലെ ഇന്ന് രാവിലെ ഞാനൊരു പ്രസ്താവന വായിച്ചു. അതായത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ പറയുന്നു, ആ, CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടത് അത് തന്നെ തെളിയിക്കുന്നത് ദിവ്യ അല്ല ഈ കേസിലെ ഉത്തരവാദി എന്നാണ്, മറ്റാരോ ആണെന്നാണ്. ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തില്ലേ? എന്റെ ചോദ്യം അതാ. അപ്പൊ സത്യസന്ധമായി തീർച്ചയായിട്ടും അന്വേഷിക്കുന്ന തീർച്ചയായിട്ടും. സത്യ അതായത് ഭരണകക്ഷിയുടെ ഇംഗിതം പരസ്യമായി അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം എങ്ങനെ അന്വേഷിക്കും? അപ്പൊ എന്റെ ഊഹത്തിൽ, അതായത് എന്റെ മുന്നിൽ വെറും ഒരു ഊഹമല്ല, എന്റെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉം, പറയുന്നു, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവണം. രാഷ്ട്രീയ ഇടപെടലുകൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്വജന പക്ഷപാതം, അതുപോലെ പിന്നെ ഉന്നത അഴിമതി. തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ, അതുപോലെ അഴിമതി. പിന്നെ അതിനേക്കാൾ വലിയൊരു ഘടകമുണ്ട്. അതായത് ആ, 2022 ഇവിടെ മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയുണ്ട്. ആ, NIA സംസ്ഥാന സ്റ്റേറ്റ് പോലീസ് ചീഫ് SPCക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ ആ, റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏതാണ്ട് 780ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധമുണ്ടെന്നാണ്, തീവ്രവാദ ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു. ആ, അപ്പോൾ ഇത്തരം ചേരിതിരിവുകൾ ഞാൻ മനസ്സിലാക്കുന്നത്, തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരനെ RSS നേതാക്കന്മാരുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കൈമാറി എന്ന പേരിൽ സർവീസ് ടെർമിനേറ്റ് ചെയ്ത് ഉവ്വ്. 3 പോലീസുകാരെ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു, SI ഉൾപ്പെടെ. അതെ. അപ്പോൾ പോലീസിനുള്ളിലെ ഈ അനാരോഗ്യകരമായ പ്രവണതകൾ, ആ, അത് ആണ് എൻ്റെ നോട്ടത്തിൽ. കാരണം സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ എങ്ങനെ ജോലി ചെയ്യും? ഇവർക്ക് ഇവരുടെ മുന്നിൽ വളരെ പരിമിതമായ മാർഗങ്ങളേ ഉള്ളൂ. അവർ ആത്മഹത്യ ചെയ്തില്ലേ നമ്മൾ അത്ഭുതപ്പെടും. എൻ്റെ അഭിപ്രായത്തിൽ ആ, ഈ പോലീസിലെ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ ഗൗരവമായി എടുത്ത് കോടതി എന്തുകൊണ്ടാ ഒരു പൊതുതാൽപര്യ ഹർജിയായി പരിഗണിച്ച സുവമോട്ടോ ഒരു കേസ് അതെ. എടുത്തുകൂടാ? എന്തുകൊണ്ടാണ് പിന്നെ നിരവധി ആൾക്കാർ ആത്മഹത്യ ചെയ്തത്? ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. ജോലിയിലെ സമ്മർദ്ദത്തിൽ കൂടി വന്നാൽ 10-15 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ, എൻ്റെ ഊഹത്തിൽ ഇത്ര വലിയ സംഖ്യ ആത്മഹത്യ, ഇത്ര വലിയ വോളണ്ടറി റിട്ടയർമെന്റ്, അത് മറ്റെന്തിലൊക്കെ ഉള്ള സൂചനകളാണ്. ഞാൻ ഉവ്വ്. പറഞ്ഞതിനോട് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഞാൻ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കോടതി നേരിട്ട് കേസെടുത്ത് ഹൈക്കോടതിക്ക് ഒരു പക്ഷേ ഒരു അമിക്കസ് ക്യൂറിയെ പോലും നിയോഗിക്കാൻ കഴിയും ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടി. അത് ഹൈക്കോടതി അത് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കത് മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അതായത് പോലീസിലെ ക്രിമിനലുകളുടെ എണ്ണം. അങ്ങിപ്പോൾ 139 പേര് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. 138ഓളം ഉദ്യോഗസ്ഥന്മാരെ ഈ സർക്കാർ തന്നെ ഈ കഴിഞ്ഞ 8-9 വർഷത്തിനിടയ്ക്ക് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തി, ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു, ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇതും പോലീസിലെ ഒരു അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. നിയമം നടപ്പാക്കേണ്ടവർ ആ നിയമം കയ്യിലെടുത്ത് നിയമലംഘനത്തിന് കൂട്ടുനിന്ന് നിയമം ലംഘിച്ച് രാജ്യത്ത് അധർമ്മം പടർത്തുന്നത്, അസത്യം നടപ്പാക്കുന്നത്, അതും ഒരു വലിയ വിഷയം തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വിഷയം മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത് കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയും സർക്കാരുമൊക്കെ അവരുടെ കണ്ണു തുറന്ന് ഇത് കാണട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. നന്ദി, നമസ്കാരം.